കേട്ടോ. സൂപ്പർ പടമാണ്. കാരണം സിബി മലയിൻ്റെ അസിസ്റ്റൻ്റ് സംവിധാനം സിനിമയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അതേ മാറ്ററുള്ളൊരു പിക്ചറാണ് വന്നിരിക്കുന്നത്. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. ഞാനിങ്ങനെ ആകാശബോധ ഇത് വൃത്തിയില്ലാത്തൊരു എത്രയോ കുടുംബമുണ്ടല്ലേ. എന്താന്ന് പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അറിയുന്നത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു വല്ലാത്തൊരു ഇമോഷനിലേക്ക് പോയി. ബാക്കിയിട്ടില്ല. അതാണ് ഇപ്പോൾ സത്യസത്യമാണ്. നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. കണ്ടവരാണെങ്കിൽ ഇതേ ഒരു ഫീലായിരിക്കും ഈ സിനിമ. ഗംഭീര സ്ക്രിപ്റ്റ്, സംവിധാനം, അതിലഭിനയിച്ചവരുടെ എടുത്തു പറയും. നമുക്ക് മനസ്സിൻ്റെ ആഴത്തിൽ പറ്റിയ ഒരു സിനിമ. ഇങ്ങനൊരു സിനിമ ഈയിടയ്ക്കൊന്നും വന്നിട്ടില്ല. ഈ സിനിമയെക്കാണ് പ്രേക്ഷകർ കാണുമ്പോൾ നമ്മളെപ്പോലെ ആളുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമ ഇത് തന്നെയാണോ? കൃത്യമായിട്ട് നമ്മളെപ്പോലത്തെ എല്ലാ ഓൺലൈൻകാരും പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ പോലെ കരഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയിട്ട് ഇങ്ങനെയാണ് പല ആൾക്കാരും ഇറങ്ങി വരുന്നത്. അങ്ങനത്തെ സിനിമയാണ് നമ്മുടെ കൂടെ സിനിമ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് നേരം നമുക്കുള്ളിൽ തോന്നലുകൾ ഉണ്ടാവാം, കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കും. അത്തരത്തിലുള്ള സിനിമയാണ്. കുറേ ആയില്ലേ നമുക്ക് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട്. നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ പോകുമ്പോഴും പല കഥാപാത്രങ്ങളും നമ്മളെ ഉള്ളിലുണ്ടാവുന്ന സിനിമകൾ കുറേ ആയി മലയാളത്തിൽ വന്നിട്ട്. ഈ കഥാപാത്രം ചെയ്യാൻ എന്തോരം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു? ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ വളരെ റയറായിട്ട് നമുക്ക് കിട്ടുന്ന, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് കുറച്ച് ചാലഞ്ച് എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഒരു കഥാപാത്രത്തിൻ്റെ. അത് ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു കഥാപാത്രമാണ്. സ്നേഹമുണ്ട്, കരുണയുണ്ട്, ദേഷ്യമുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട്, ഇറിറ്റേഷനുണ്ട്, ഒരു നിസ്സഹാവസ്ഥയുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അവരും ഒരുപാട് പറഞ്ഞ് ഒരുപാട് നോക്കിയിട്ടാണ് ഒരുപാട് പേര് ചിന്തിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയത്. അതെനിക്ക് ചെയ്യാൻ നന്നായി പറ്റിയെന്ന് സന്തോഷം. ഓക്കെ, മനോഹരമായിട്ടുള്ളൊരു കുടുംബത്തിലാണ്. കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടിയൊരു നല്ല ചിത്രമാണ്. അതുപോലെ തന്നെ നല്ല ഒരു നന്മയുള്ള ചിത്രം എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഫീലാണ്. ഗുഡ് മൂവിയാണ്. കണ്ണ് നിറപ്പിക്കും നമ്മൾ. പക്ഷെ എന്നാലും ഹാപ്പി എൻഡിങ് ആണ്. എല്ലാവരും കരഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം. ഞാനും ഇതിലൊരു രാഷ്ട്രീയം. വളരെ നല്ല സിനിമയാണ്. നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് ആ പരിസരം തന്നെ ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ ബ്യൂട്ടിയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആവും നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമ്മളെ ചേർത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിലാണ്. മനുഷ്യനുണ്ട്, ഒരു അമ്മയുണ്ട്, ഫാമിലി ആയിട്ടാണല്ലോ. ഓക്കെ, മോനെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. നല്ല സിനിമയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചി? അമ്മ എന്നുള്ള ആ ഒരു പദത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഫിലിം. ശരിക്കും കാണേണ്ട ഒരു ഫിലിമാണ്. ചെറിയൊരു ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും വലിയൊരു നല്ല ഫിലിമാണ്. ശരിക്കും ഈ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞ ഇറങ്ങി വരുന്ന ആ ഒരു നമ്മൾ ഓരോ മൊമെൻറ്റും എക്സൈറ്റഡ് ആണ് അടുത്ത എന്താ സംഭവിക്കുക എന്നുള്ളൊരു നല്ല ഫിലിം.